കഴിഞ്ഞൊരു 60 വർഷങ്ങളോളമായി 60 വർഷങ്ങളിലധികമായി പരിപോഷിപ്പിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. ആ ജി സുധാകരൻ ഇന്ന് അരിവാളും ചുറ്റികയും താഴെ വെച്ച് പാർട്ടിയുടെ പടിയിറങ്ങി ആ അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ കായംകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം അദ്ദേഹം തന്നെ ഇന്നലെ പ്രസ്താവിക്കുകയുണ്ടായി. അപ്പോൾ ഈ ജി സുധാകരൻ കായംകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ, UDF മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ള വിഷയമൊക്കെ തൽക്കാലം ഒരു വശത്തേക്ക് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ജി സുധാകരൻ കായംകുളത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെക്കൻ കേരളത്തിലെ കോട്ടകൾ ഇളകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് ജി സുധാകരൻ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കോട്ടകൾ ഇളകുവാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അങ്ങനെ പറയുവാൻ കാരണം ഒന്നാമത്തെ കാരണം 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെക്കൻ കേരളത്തിലെ കണ്ണൂരെന്ന് തന്നെ പറയാവുന്ന കൊല്ലം ഇപ്പോൾ ഏതാണ്ട് ആടി ഉലഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ കായംകുളത്ത് രണ്ടാമത്തെ കണ്ണൂരായിട്ടുള്ള ആലപ്പുഴയുടെ ഭാഗമായി വരുന്ന കായംകുളത്ത് സുധാകരനെ പോലൊരു പ്രമുഖ നേതാവ്, മുതിർന്ന നേതാവ്, അതും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സ്വാധീനമുള്ള നേതാവ്, കമ്മ്യൂണിസ്റ്റ് അണികളുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പാർട്ടി വിട്ടിറങ്ങി പാർട്ടിക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ളൊരവസ്ഥ വന്നാൽ ഒന്നിൻ്റെ കൂടെ ഒരു തള്ളും എന്നുള്ള അതുപോലെയാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അതിന് ചില സാഹചര്യങ്ങൾ ഒത്തുവരണം.